നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോബി അമ്മനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്? അച്ഛാ ഇച്ചിരി നേരം അമ്മുക്കുട്ടിയോട് കളിക്കാമോ? അമ്മുക്കുട്ടിയുടെ പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, പാടി കേൾപ്പിക്കട്ടെ. ജോണി ജോണി യെസ് വന്നൊന്നൊരു അനുസരണ ഇല്ലാണ്ടായി. നിന്നോട് പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ജോബി അമ്മനെ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന്. അച്ഛാ ഇച്ചിരി നേരം എന്നോട് കളിക്കാൻ വരുമോ പ്ലീസ്? സാഹചര്യം മനസ്സിലാക്കി ബിഹേവ് ചെയ്യണമെന്ന് എത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടാമോ? ഇച്ചിരി നേരം മതി അച്ഛാ പ്ലീസ്. അച്ഛൻ ഒരു മിനിറ്റ് ജോലി എത്ര രൂപ കിട്ടും? എനിക്ക് 100 രൂപ കിട്ടും. എപ്പോഴും ഡിസ്റ്റർബ് ചെയ്യാൻ വരും. അച്ഛൻ പറയുക അച്ഛൻ ഓരോ മിനിറ്റ് വിലപ്പെട്ട താഴത്ത് അവരുടെ കൂടെ കളിക്കാൻ വരുന്നില്ല. അച്ഛൻ ഒരു മിനിറ്റ് ജോലി ചെയ്താ 100 രൂപ കിട്ടുമെന്ന്. എനിക്ക് അച്ഛൻ്റെ കൂടെ 10 മിനിറ്റ് കളിക്കണമെങ്കിൽ അച്ഛന് ഞാൻ എത്ര പൈസ കൊടുക്കേണ്ടി വരും? ഐഡിയ. ചേട്ടാ ചേട്ടാ ഷൂ പോളിഷ് ചെയ്യണ്ടോ? ചേച്ചി ചേച്ചി അയ്യോ ആരും വരുന്നില്ലല്ലോ, ഇതിനാണ് എന്ത് ചെയ്യും? എന്താ നീ ചെയ്യുന്നേ? എന്താണ് ഇത്ര റെപ്യൂട്ടഡായിട്ടുള്ള എന്റെ മകളെ വെക്കുന്നു? എന്റെ സ്റ്റാഫ്സ് ആരെങ്കിലും കണ്ടു നാണം കേട്ടു. എന്താ നീ കാണിക്കുന്നേ? എന്താണ്? അല്ലെങ്കിൽ ആ ശാന്ത പറഞ്ഞാൽ മതിയല്ലോ, കൊച്ചിനെ നോക്കാണ്ട്. അമ്മു നീ എന്താ ബെഗ് ചെയ്യുന്നോ? അച്ഛാ ഇന്ന് എണ്ണി നോക്കുവോ? പിന്നെ നീ ബെഗ് ചെയ്ത പൈസ എണ്ണി നോക്കാണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അച്ഛാ പ്ലീസ് അച്ഛാ. ഇതിനെ കൊണ്ട് 50 രൂപ ഉണ്ട്, കൊണ്ടുപോ. അച്ഛാ എന്റെ കൂടെ അതിന് 10 മിനിറ്റ് കളിക്കണമെങ്കിൽ ഈ പൈസ മതിയോ? അല്ലെങ്കിൽ ഞാൻ ഇനി പോയി വെച്ചെടുത്തോണ്ട് വരാം അച്ഛാ. അച്ഛനോട് ക്ഷമിക്ക്. പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടത്തിനിടയിൽ സ്വന്തം കുഞ്ഞിന്റെ കൂടെ കുറച്ചു നേരം പോലും അച്ഛൻ സ്പെൻഡ് ചെയ്തില്ല. മോളെന്റെ കണ്ണ് തുറപ്പിച്ചു. എന്റെ മോള് കുറെ വിഷമിച്ചല്ലേ. അച്ഛനോട് ക്ഷമിക്ക്. സോറി. ഇനി ഒരിക്കലും അച്ഛൻ ഇങ്ങനെ ചെയ്യില്ല.